സാർ, ഈ ആശാവർക്കർമാരുടെ സമരം ശരിക്കും സർക്കാർ പരാജയപ്പെട്ടു തുടങ്ങി, അല്ലെങ്കിൽ അവർക്ക് ഈ പബ്ലിക്കിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് സർക്കാരിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു, അതല്ലേ സത്യം? അയ്യപ്പദാസ്, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ സർക്കാർ പരാജയപ്പെട്ടു, അവിടെ യാതൊരുവിധ ആർക്കും തർക്കം ഉണ്ടാവില്ല. കാരണം സർക്കാർ അല്ലെങ്കിൽ തന്നെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മൂഡ് ഓഫ് ദ നേഷൻ സർവേ ഇന്ത്യ ടുഡേയുടെ പുതിയത് വന്നിട്ടുണ്ട്. അത് പ്രകാരം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ ഏതാണ്ട് 110 സീറ്റിലധികം UDF നേടും എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതായത് ഈ പറയുന്ന 2024 തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഈ കുറച്ച് മാസങ്ങൾ കൊണ്ടുപോലും യാതൊരു വിധത്തിലുള്ള ഒരു ഇമേജ് ബിൽഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിച്ഛായ മെനുക്കലോ ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇത് സർക്കാർ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ട്. ആ വലിയൊരു പ്രശ്നം CPM എന്ന് പറയുന്ന ഒരു തൊഴിലാളി വർഗ പാർട്ടി ഇല്ലാതായിരിക്കുന്നു എന്നും അതൊരു മുതലാളി വർഗ പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും വലുത്. കാരണം പാർട്ടിയുടെ സംഘടന അടിത്തറ തകർന്നിരിക്കുന്നു. ഇത് നേരത്തെ തന്നെ നമ്മളിപ്പോൾ ഈ പല സമരങ്ങൾ നടത്തുമ്പോൾ, ഇപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒരു സ്വതന്ത്ര യൂണിയൻ ഉണ്ടാക്കി സമരം നടത്താൻ തുടങ്ങിയപ്പോൾ CIT അതിനെ പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു മൊണോപ്പൊളി വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ പെമ്പിളൈ ഒരുമൈ എന്ന് പറയുന്ന ഒരാളുകൾ മൂന്നാറിൽ സമരം നടത്തിയപ്പോൾ ആ മൂന്നാറിൽ സമരം നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം MM മണിയാശാൻ പറഞ്ഞതെന്താണെന്നറിയാം അവരെക്കുറിച്ച്. അതായത് കുറ്റിക്കാട്ടിൽ വേറെ പരിപാടിയാണെന്നാണ് പറഞ്ഞത്. മനസ്സിലായി? അപ്പൊ അതുപോലെ ഏത് മറ്റേ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞാലും ഇത്തിരി കൂടി പോകും, മോശപ്പെട്ട ഭാഷയായി പോകും. അതുപോലെ എന്ത് നിരുത്തരവാദപരമായിട്ടുള്ള ഡയലോഗും വിളിച്ചു പറയാവുന്ന ആളുകളാണ്. ഇതിൻ്റെയൊക്കെ നെറ്റ് എഫക്റ്റ് എന്താണ്? ആ സമരത്തെ താൽക്കാലികമായി പൊളിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും CPM ഒരു കാര്യം ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഈ അടിസ്ഥാന വർഗ്ഗങ്ങളായിട്ടുള്ള ആളുകൾ CPM-ൻ്റെ ഒപ്പം നിൽക്കാത്തത്? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, CPM ഇങ്ങനെയുള്ള ഡയലോഗുകളും കമൻറ്റുകളും ഒക്കെ CPM-ൻ്റെ MM മണി വന്ന് പറയുമ്പോൾ അത് വർഷങ്ങളായി അടുത്ത ഒരു 10 കൊല്ലം 20 കൊല്ലത്തോളം ഉപയോഗിക്കാൻ കഴിയുന്ന ബൈറ്റുകളായി ഇവിടെ കിടക്കുന്നുണ്ട്. ഇനി അടുത്തത് എളമരം കരീം. ഇപ്പം ഈ സമരത്തെക്കുറിച്ച് പറഞ്ഞു എന്താണ്, ആശാവർക്കർമാരുടെ അത് പാട്ടപ്പിരിവുകാർ നടത്തുന്ന സമരമാണെന്നാണ്. ഏത് SUCI-ക്കാരെ കുറിച്ചാണ് പറയുന്നത്. ഇവർക്ക് എന്താണ് ഈ പാട്ടപ്പിരിവ് ഇത്ര അലർജി ആയത്? എന്നാണ് ഇത്ര മോശമായത്? ഇവരെ അടുത്തുന്നത് ബക്കറ്റ് പിരിവാണ്. എന്നിട്ട് അതിന്റെ പകുതി കമ്മിയിട്ട് ബാക്കി പകുതി അഭിമന്യുവിന്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കും. അപ്പൊ അത്തരത്തിൽ ബക്കറ്റ് പിരിവ് നല്ലത്, പാട്ടപ്പിരിവ് മോശം എന്നുള്ള നിലക്കൊക്കെ ഈ എളമരം കരീമിനൊക്കെ ഇപ്പൊ തോന്നുന്നത് കരീം ക മുതലാളി ആയതുകൊണ്ടാണ്. അപ്പൊ അത്തരത്തിൽ CPM ഒരു മുതലാളി വർഗ പാർട്ടിയായി മാറിയിരിക്കുന്നു. ഇപ്പൊ വിദേശ സർവകലാശാലകൾ അടക്കമുള്ള പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, ഗ്ലോബൽ സമ്മിറ്റ് കൊണ്ടുവരുന്നു, നയം മാറ്റിയിരിക്കുന്നു, നമുക്ക് എന്ത് ചെയ്യണം, വ്യവസായങ്ങൾ വേണം എന്ന് പറയുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നു. ഇപ്പം ബ്രൂവറി അനുവദിക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. എത്തനോൾ ഫാക്ടറിയാണ്, ബ്രൂവറി അല്ല എന്ന് പറയുന്നു. അപ്പം ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ ഈ സാധാരണക്കാരായ ആളുകളുടെ മനസ്സിൽ നിന്നും അതിൽ നിന്നുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളിൽ നിന്നും CPM വേർപെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ CIT ഒക്കെ അങ്ങേയറ്റത്തെ പ്രതിസന്ധിയിലാണ്. കാരണം അതിൻ്റെ അകത്ത് നിൽക്കുന്ന തൊഴിലാളികൾക്ക് പോലും ഈ സമീപനത്തോട് യോജിപ്പുണ്ടാകുമോ? ഇല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഇവിടെ 7000 രൂപ പ്രതിമാസം വരുമാനം കിട്ടുന്ന ഒരാളുകൾ, അത് യഥാർത്ഥത്തിൽ ഒരു സന്നദ്ധ സേവകരായിട്ടാണ് തുടങ്ങിയത്. ഓണറേറിയം മാത്രമാണ് സന്നദ്ധ സേവകരായിട്ട് തുടങ്ങിയെന്നൊക്കെ ഒരു ടെക്നിക്കലി നമുക്ക് പറയാം. പക്ഷെ 7000 രൂപക്ക് ഒരു 20 ദിന പരിപാടി എല്ലാ ദിവസവും ചെയ്യേണ്ടി വരുന്ന, വേറൊരു ജോലിക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ 7000 രൂപ മേടിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് 13,000 രൂപ കിട്ടുമ്പോൾ അവർക്ക് കൊടുക്കാതെ ഒരു പണിയും ചെയ്യാത്ത PSC മെമ്പർമാരുടെ ശമ്പളം 1,60,000 രൂപ കൂട്ടിയേക്കാണ്. അതായത് മൊത്തം നേരത്തെ 2.25 ലക്ഷം ഉണ്ടായിരുന്നത് 3,80,000 എത്തിയേക്കാണ്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന പണികളെല്ലാം CPM ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ CPM മനസ്സിലാകാത്തൊരു കാര്യം, CPM ഇത് സർക്കാരിന്റെ പരാജയമാണ്. നമ്മൾ പിണറായി വിജയൻ ഗവൺമെന്റ് മാറി അടുത്ത ഗവൺമെന്റ് വരും എന്നുള്ള ഒരു ചെറിയ ധാരണയിൽ എടുക്കരുത്. ഇത് യഥാർത്ഥത്തിൽ CPM-ന്റെ ബഹുജന അടിത്തറയും തൊഴിലാളി വർഗങ്ങളും ഒക്കെ അങ്ങേയറ്റം അകന്നു പോകുന്നൊരു പ്രക്രിയയാണ്. ഇതാണ് നമ്മൾ ബംഗാളിൽ കണ്ടത്. ഇതിനേക്കാൾ രൂക്ഷമായ തിരിച്ചടി കേരളത്തിൽ നേരിടാനിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. നന്ദിഗ്രാമിൽ കണ്ടത് അതാണ്. അവരൊറ്റ ഇൻസിഡന്റ് ആയിരുന്നു അവിടെ പോലും. പക്ഷെ ആ സമയത്ത് ബുദ്ധദേവ് ഭട്ടാചാര്യക്കെതിരെ ഒന്നും അഴിമതി ആരോപണം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിക്കണം. ഇവിടെ അതല്ല. ഇവിടെ ഇത്തരത്തിൽ 45 ലക്ഷം രൂപക്ക് UK-യിൽ പോയി മുഖ്യമന്ത്രിയും ഗവൺമെന്റും അടിച്ചു പൊളിക്കുകയും ഈ പറയുന്ന PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി കൊടുക്കുകയും കോൺഗ്രസിൽ നിന്ന് വന്നിട്ടുള്ള KV തോമസ് മാഷ് ഏതാണ്ട് ഒരു 5 ലക്ഷം രൂപ കിട്ടുന്നതിൽ യാത്രാഭത്തയും അതുപോലെ തന്നെ മറ്റു പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുകയും ചെയ്യുകയും മുഖ്യമന്ത്രിക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാൻ ലിഫ്റ്റ്, അദ്ദേഹത്തിന് അസുഖമാണെങ്കിൽ അത് വെച്ചോട്ടെ എന്നുള്ള നിലപാടുകാരാണ്. പക്ഷെ അവിടെ ചീമക്കൊന്ന വെട്ടാൻ 1,35,000 കൊടുത്തു. അപ്പൊ അത്തരത്തിൽ
ഈ പറയുന്ന പാഴ്ചെലവുകളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ 7,000 രൂപ കിട്ടുന്ന ആളുകൾ 21,000 രൂപ ആക്കണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുമ്പോൾ അവരുടെ 3 മാസത്തെ വരുമാനം അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാതിരിക്കുമ്പോൾ അവരോട് ഏറ്റവും കുറഞ്ഞ പക്ഷം അനുഭാവപൂർണമായ സമീപനം എടുക്കാതെ എങ്ങനെയാണ് ഒരു CPM കാരനും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനും ഇങ്ങനെ സംസാരിക്കാൻ കഴിയുക? അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പം ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ CPMന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ബൂർഷകളുടെ ഒരു പാർട്ടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇനി ഒരു കാര്യം കൂടി പറയാം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആനി രാജ പറയുന്നത് എന്താണെന്നറിയോ? ഈ സമരം ചെയ്യുന്നവരോട് എനിക്ക് അനുഭവം ഉണ്ടെന്നാണ്. ഓക്കെ, കേരളത്തിലെ CPI എന്താ പറയുന്നതെന്നറിയോ? CPMലേക്ക് മറ്റേ എന്ത് ചെയ്ത് എഴുത്തെഴുതി ചോദിച്ചിട്ടിരിക്കുകയാണ് ഞങ്ങൾ എന്ത് പറയണം ചേട്ടാന്ന്. അപ്പൊ അതുകൊണ്ട് ഈ കേരളത്തിലെ CPIയും കേരളത്തിലെ ഈ പറയുന്ന സാധാരണ ബാക്കിയുള്ള ഇപ്പൊ നമ്മൾ LDFിൽ നിൽക്കുന്ന മറ്റു പാർട്ടികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ CPM ഒറ്റക്കല്ല ബംഗാളിൽ തകർന്നത്. CPMന്റെ തൊട്ട് താഴെയുള്ള പാർട്ടി ഇവിടെ ഏതായിരുന്നു അറിയോ? ഫോർവേഡ് ബ്ലോക്ക് ആയിരുന്നു. ഈ ഫോർവേഡ് ബ്ലോക്കിന്റെ G ദേവരാജൻ ഇപ്പൊ മിക്കവാറും കൊല്ലത്ത് തന്നെയുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവിടെ പോയിട്ട് ഇനി ഒരു കാര്യമില്ല. അവിടെ 4 മന്ത്രിമാരുണ്ടായിരുന്നു. 4 മന്ത്രിമാരുള്ള ഫോർവേഡ് ബ്ലോക്കിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്നു ഞാൻ. ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് കുറേ നേരം സംസാരിച്ചു. ഇപ്പൊ കൊല്ലത്തുള്ള ഒരു ഓഫീസിൽ ശരിക്കും പുള്ളിയും ഒരാളും മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഈ പാർട്ടികളെല്ലാം താങ്കൾ തുടങ്ങിയ സമയത്ത് പറഞ്ഞു ഒരു സർവേയെ കുറിച്ച് പറഞ്ഞു. ആ സർവേയിലേക്ക് തന്നെ നമുക്ക് തിരികെ പോകാം. നമ്മുടെ ഈ സംസാരം അതിലേക്ക് തന്നെ കൊണ്ടുപോകാം. പറഞ്ഞോട്ടെ. ആ സർവേയിൽ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും 18 സീറ്റുകൾ കോൺഗ്രസിന് കിട്ടും എന്നാണ്. ഓക്കെ, ഒരു സീറ്റ് CPMന് കിട്ടിയേക്കാം എന്നാണ്. മനസ്സിലായി? കിട്ടിയേക്കാം. 0 മുതൽ 2 സീറ്റുകൾ വരെ BJPക്ക് കിട്ടിയേക്കാം എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ചിലപ്പോൾ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ ജയിക്കണം എന്നില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തരൂർ ജയിക്കണം എന്നില്ല. കാരണം 2 സീറ്റുകൾ BJPക്ക് കിട്ടുന്ന ഒരു അവസ്ഥ വന്നേക്കാം. രാധാകൃഷ്ണൻ പോലും വീണ്ടും ജയിക്കണം എന്നില്ല. അപ്പൊ അത്തരത്തില് 24% യഥാർത്ഥത്തിൽ ഈ പറയുന്ന BJPയുടെ വോട്ട് പെർസെൻറ്റേജ് ഉയരുമെന്നാണ് സർവേ. അപ്പൊ ഞാൻ പറഞ്ഞത് 17% കഴിഞ്ഞ തവണ ഉള്ളതിൽ നിന്ന് 7% വോട്ട് പെർസെൻറ്റേജ് ഉയർന്നേക്കാം. CPMന്റെ വോട്ട് പെർസെൻറ്റേജ് 32% BJP കോൺഗ്രസിന്റെ വോട്ട് പെർസെൻറ്റേജ് ഈ പറയുന്ന 2% കൂടുള്ളൂ. പക്ഷെ എങ്കിൽ പോലും അവർക്ക് ഈ സീറ്റുകൾ നിലനിർത്താൻ കഴിഞ്ഞേക്കാം. കാരണം അപ്പൊ അത്തരത്തിൽ വലിയ അപകടത്തിലാണ് CPMും പാർട്ടിയും എന്ന് CPM മനസ്സിലാക്കുന്നില്ല. പിന്നെ ഇനി മനസ്സിലാക്കിയാലും CPM ചില ഗിമ്മിക്കുകൾ കൊണ്ട് ഇലക്ഷൻ ജയിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും നടക്കില്ല. അല്ലല്ല, CPM ഇപ്പൊ നോക്കിക്കോളൂ. ഒരു ലാസ്റ്റത്തെ 6 മാസം 4 മാസം എത്തുമ്പോൾ സാമൂഹിക ക്ഷേമ പെൻഷൻ ഇപ്പോൾ 1,600 കൊടുക്കുന്നത് 2,500 ആക്കും. ലഡ്കി ബഹൻ യോജന പോലെ കഴിഞ്ഞ തവണ മധ്യപ്രദേശിലും ബംഗാളിലും അതുപോലെ നമ്മുടെ മഹാരാഷ്ട്രയിലുമൊക്കെ വിവിധ പാർട്ടികൾ നടപ്പിലാക്കിയ പോലെ സ്ത്രീകൾക്ക് ഒരു 2,000 രൂപയോ 2,500 രൂപയോ 3,000 രൂപയോ ഒക്കെ കൊടുക്കാനുള്ള സ്കീമിലേക്ക് ഒരുപക്ഷെ കേരളവും കൊണ്ടുവന്നേക്കാം. അങ്ങനെ കൊണ്ടുവന്നുകൊണ്ട് പഴയതൊക്കെ ആളുകളെ പെട്ടെന്ന് മറക്കും നമ്മുടെ കേരളത്തിലുള്ളവർ. ഈ 3-4 മാസങ്ങൾ കൊണ്ടിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യമുണ്ടാക്കി വീണ്ടും അധികാരം പിടിക്കാം. ആ പിടിക്കാൻ വേണ്ടി മറ്റു ചില അനുകൂല ഘടകങ്ങൾ കൂടിയുണ്ട്. കാരണം ഇത് ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ ഹരിയാനയിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹരിയാനയിൽ അതിശക്തമായിരുന്നു, രാജസ്ഥാനിലുണ്ടായിരുന്നു, മധ്യപ്രദേശിലുണ്ടായിരുന്നു. പക്ഷെ ഇതിനെയൊക്കെ അതിജീവിച്ചത് എതിർ നിൽക്കുന്ന വോട്ടുകളെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെലേക്ക് പോകേണ്ട കുറച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് പോയാൽ തൃശ്ശൂർ മുതൽ എറണാകുളം മുതൽ പത്തനംതിട്ട വരെയുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പരാജയപ്പെട്ടാൽ 100% അവിടെ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് CPM ആണ്. അപ്പം അത്തരത്തിൽ CPMന് ഇങ്ങനെയുള്ള ചില ഗിമ്മിക്കുകളിലോ നേട്ടമുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി നേട്ടമുണ്ടായാലും അയ്യപ്പദാസ് ഞാൻ പറയാം, പാർട്ടി തകർന്നുകൊണ്ടിരിക്കും. നേട്ടം ഉണ്ടാവില്ല സാർ. പിന്നെ ഇനി ഒരു കാര്യം കൂടി അയ്യപ്പദാസിനോട് പറയാം, പാർട്ടി തകർന്നാലും പ്രശ്നമൊന്നുമില്ല. കാരണം പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ സുഖമായി ജീവിക്കാനുള്ളൊരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അദ്ദേഹത്തിന് അറിയാം ഇതൊരു ലാസ്റ്റ് ചാൻസ് കൂടിയാണെന്ന്. നാച്ചുറലി മറ്റ് ഇനി പാർട്ടി തകർന്നാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യുക. സാർ ഒരു ഒറ്റ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ പറയുന്ന പോലെ നവഫാസിസം, അത് നമുക്ക് നമ്മുടെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതുകൂടെ സാർ എന്ന് പറയുന്നത്, ഈ നവഫാസിസം എന്ന് പറഞ്ഞിട്ട് അവരുടെ നയരേഖയിൽ, പാർട്ടിയുടെ നയരേഖയിൽ വന്നതായിട്ട് കാണുന്നുണ്ട്. ഈ നവഫാസിസം വന്നതിൻ്റെ പിന്നിൽ കേരള ഘടകം തന്നെ അല്ലേ എന്നൊരു സംശയം ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ഈ
നമ്മളിപ്പോൾ കുറച്ച് വിശദമായി ചർച്ച ചെയ്യേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഈ ഫാസിസം എന്ന് പറയുന്നത്. ഫാസിസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഒരു ബെനറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിൽ നമുക്കറിയാമല്ലോ ഇറ്റലിയിൽ ഉണ്ടായിട്ടുള്ളൊരു സംഘടനയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സംവിധാനമാണ്. ആ ഫാസിസം എന്ന് പറയുന്നത് ഒരു അൾട്രാ നാഷണലിസമാണ്. എന്ന് പറഞ്ഞാൽ ഇറ്റലിയാണ് എല്ലാറ്റിലും വലുത്, ഇറ്റലിയാണ് ലോകം ഭരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നീട് ഈ പറയുന്ന നാസി പ്രസ്ഥാനങ്ങളിലേക്ക് വന്നപ്പോൾ ആര്യ രക്തമാണ് ഏറ്റവും വലുത്, അതുകൊണ്ട് ഞങ്ങളാണ് ഏറ്റവും വലുത്, ജൂതന്മാർ രക്തത്തിൽ അശുദ്ധി കലർന്നവരാണ് എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് എത്തി. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രവണതകൾ ഇന്ത്യയിലൊക്കെയുള്ള ഈ പറയുന്ന നരേന്ദ്രമോദിയുടെയും BJPയുടെയും കാര്യത്തിലുണ്ട്, ഇപ്പം നാഷണലിസത്തിൻ്റെ കാര്യത്തിലുണ്ട്. പക്ഷേ അവയെ പൂർണ്ണമായും ഫാസിസ്റ്റുകൾ എന്ന് വിളിക്കാമോ എന്നൊക്കെ ഉള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. എനിക്ക് പോലും ഈ ഫാസിസ്റ്റാണ് മോദി എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം അങ്ങനെയൊന്നും പെട്ടെന്ന് ആകാൻ കഴിയില്ല. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞ ആ ചർച്ച മാറ്റി വെക്കാം. നമ്മളിപ്പോൾ അതിലേക്ക് കൂടുതൽ പോകാതെ CPMന്റെ ഈ പരിപാടിയിലേക്ക് വന്നാൽ, CPMന്റെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു അടവ് നയമാണ്. ആ അടവ് നയം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ CPM ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേക്കണം, CPM അടുത്ത തവണ ആകർഷിക്കാൻ ഉദ്ദേശിക്കുന്ന വോട്ട് CPMൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഈഴവ വോട്ടുകൾ, അതുപോലെ CPMൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ കോൺഗ്രസിനും കിട്ടിക്കൊണ്ടിരുന്ന ഇപ്പോൾ BJP കിട്ടുന്ന നായർ വോട്ടുകൾ, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെയും അതർ ബാക്ക്വേർഡ് ക്ലാസസിൻ്റെയും ഒക്കെ വോട്ടുകൾ, ഈ വോട്ടുകളിലേക്ക് വളരെ കൃത്യമായി CPM ഫോക്കസ് ചെയ്തിരിക്കുന്നു. CPMൻ്റെ വിചാരം ഈ വോട്ടുകൾ കൂടി കിട്ടിയാൽ ഒരു 3-4% വോട്ടുകൾ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ 4% വോട്ടുകൾ കോൺഗ്രസിന് കുറയുകയും BJPക്ക് ഏതാണ്ട് കുഴപ്പമില്ലാതെ ഒരു 17-18% വോട്ട് പിടിച്ചാലും ഈ പറയുന്ന ഈ കോൺഗ്രസും BJPയുമായി ഭരണവിരുദ്ധ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും ചെയ്താൽ ഇത് നേട്ടമുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അത് BJPയോട് കൂടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം BJPക്കാർ പോലും ഇപ്പം നമുക്ക് പോയി പിണറായി വിജയൻ വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അണികൾ കേൾക്കൂല. അപ്പം കേൾക്കാതിരിക്കുന്നതുകൊണ്ട് ഒരു പരിസരം ഒരുക്കുകയാണ്. അതായത് ഇപ്പം പലസ്തീൻ പ്രക്ഷോഭമില്ല, ഇപ്പം ഹമാസിനെതിരെ അനുകൂല പ്രകടനമില്ല, ഇങ്ങനെ ഒരു പരിപാടിയും ഇല്ലാതെ CPM യഥാർത്ഥത്തിൽ വലിയ തോതിൽ ഇപ്പം മലപ്പുറത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പിണറായി വിജയൻ്റെ പ്രസ്താവന വന്നു, യഥാർത്ഥത്തിൽ ധ്വനിപ്പിച്ചു അവിടെ കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും കൂടുതലാണെന്ന്, അതുപോലെയുള്ള പ്രസ്താവനകൾ വന്നു. ഇനി ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞാൽ റിപ്പോർട്ടർ TV-യിലിരുന്ന് മീറ്റ് ദ എഡിറ്റേഴ്സിൽ സുജയ പാർവതി അടക്കം പിണറായി വിജയനെ വലിയ കരുത്തരായ നേതാവൊക്കെ ഉയർത്തിക്കാട്ടുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രൊജക്റ്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നന്ദകുമാർ എന്ന് പറയുന്ന ദല്ലാൽ നന്ദകുമാർ നേരത്തെ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു സീറ്റ് ഞങ്ങൾക്ക് തൃശ്ശൂർ ജയിപ്പിച്ച് തരൂ, പകരം ഞങ്ങൾ അടുത്ത നിയമസഭയിൽ നിങ്ങളെ സഹായിക്കാം. പക്ഷേ നിയമസഭയിൽ അങ്ങനെ സഹായിക്കണമെങ്കിൽ അതിനുള്ള ഒരു പരിസരവും സാധാരണ അണികളിലോട് പറയാനുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള പരിസരം ഒരുക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി PV അൻവർ അപ്പുറത്ത് കൂടിയിരിക്കുന്നു, മുസ്ലിം ലീഗ് തീവ്രവാദികളാണെന്ന് പറയുന്നു. അപ്പോൾ ഇവരൊക്കെ ഭരണത്തിൽ വരാതിരിക്കാൻ നിങ്ങൾ തൽക്കാലം നമ്മൾ പിണറായി വിജയന് വോട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ ജയിക്കാത്ത മണ്ഡലങ്ങളിൽ നല്ലത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അണികൾ അത് കേൾക്കാനുള്ള അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിലേക്ക് അത്തരത്തിലുള്ള മെസ്സേജ് വിടാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതകളുടെ കൂടി തേടലിൽപ്പെട്ട ഒരടവാണ് ഈ പറയുന്ന ഇത് മോദി എതിർക്കാതെ നവഫാസിസ്റ്റ് അല്ല എന്ന് പറയുന്നതിലൂടെ അണികളിൽ CPMനോ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു സോഫ്റ്റ് കോർണർ സൃഷ്ടിക്കുക എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ഉന്നം. ഏതായാലും ഒരു ചെറിയ സമയത്തിനിടയിലാണ് നമ്മൾ ഒരു 2-3 വളരെ വലിയ വിഷയങ്ങൾ സംസാരിച്ചത്. തുടർന്നും താങ്കളെ ബന്ധപ്പെടുന്നതാണ്. നന്ദി, നമസ്കാരം. ആരുടെങ്കിലും